إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكتاب كتاب الله وأصدق السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون الله أكبر الله أكبر الله أكبر لا إله إلا الله والله أكبر الله أكبر ولله الحمد. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, മഹാനായ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ജീവിത ചരിത്രം അയവിറക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ബലിപെരുന്നാൾ കൂടി കടന്നു വന്നിരിക്കുകയാണ്. ലോക ചരിത്രത്തിൽ ലോകത്തിന് മാതൃകയായിക്കൊണ്ട് കടന്നുപോയ രണ്ട് പ്രവാചകന്മാരാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും. ലോക മുസ്ലിമീങ്ങളോട് മാതൃക ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ പറഞ്ഞ രണ്ട് പ്രവാചകന്മാരാണ് ഇബ്രാഹിം നബിയും മുഹമ്മദ് നബിയും. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ ഖദ് കാനത് ലക്കും ഉസ്വത്തുൻ ഹസനത്തുൻ ഫീ ഇബ്രാഹിം, ഇബ്രാഹിമിൽ നിങ്ങൾക്ക് ഉത്തമമായ മാതൃകയുണ്ട് എന്ന് പ്രതിപാദിക്കുകയുണ്ടായി. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചു ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, അല്ലാഹുവിന്റെ റസൂലായ മുഹമ്മദ് നബിയിൽ നിങ്ങൾക്ക് ഉത്തമമായ മാതൃകയുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ പറയുകയുണ്ടായി. ആദർശ പ്രതിബദ്ധത കാണിക്കുന്നതിൽ, ആദർശ പ്രതിബദ്ധത കാത്തു സൂക്ഷിക്കുന്നതിൽ ലോക മുസ്ലിമീങ്ങൾക്ക് മാതൃകയായി വർത്തിച്ച ഒരു പ്രവാചകനാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം. ജീവിതത്തിന്റെ ഏതൊരു സന്ദർഭത്തിലും പ്രലോഭനങ്ങൾക്കോ പ്രകോപനങ്ങൾക്കോ വിധേയമാകാതെ അദ്ദേഹത്തിന്റെ ആദർശം, അതിനെ കൈവിടാൻ അദ്ദേഹം തയ്യാറായിരുന്നില്ല. ശത്രുവായിരുന്ന, ധിക്കാരിയായിരുന്ന നമ്രൂദ് രാജാവിന്റെ മുമ്പിലും അദ്ദേഹത്തിന്റെ ആദർശം കൈവിട്ടിട്ടില്ലായിരുന്നു. തന്നെ ഭസ്മമാക്കാൻ തയ്യാറാക്കപ്പെട്ടിരുന്ന തീക്കുണ്ടാരത്തിന് മുമ്പിലും ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തിന്റെ ആദർശം കൈവിടാൻ തയ്യാറായിരുന്നില്ല. ബഹുദൈവ വിശ്വാസവുമായി തനിക്ക് യാതൊരു ബന്ധവുമില്ല എന്ന് പ്രഖ്യാപിച്ച പ്രവാചകനാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം. അതെന്തുകൊണ്ടായിരുന്നു?
ബഹുദൈവ വിശ്വാസവുമായി തനിക്ക് യാതൊരു ബന്ധവുമില്ല എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചത് അദ്ദേഹം വർഗീയവാദിയായതുകൊണ്ടാണോ? ഒരിക്കലുമല്ല. മറിച്ച് തന്റെ വിശ്വാസത്തോടും തന്റെ നിലപാടിനോടുള്ള ആത്മാർത്ഥത കൊണ്ടായിരുന്നു. ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുകയും ഈ പ്രപഞ്ചത്തെ നിയന്ത്രിക്കുകയും ഈ പ്രപഞ്ചത്തിലെ സകല ചരാചരങ്ങളെയും പരിപാലിക്കുകയും ചെയ്യുന്ന ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവായ സാക്ഷാൽ ദൈവത്തിന് മാത്രമേ ആരാധിക്കൂ, ആ സാക്ഷാൽ ദൈവത്തിന് മാത്രമേ ആരാധനകൾ സമർപ്പിക്കൂ എന്ന തന്റെ ഏകദൈവ വിശ്വാസത്തോടുള്ള ആത്മാർത്ഥത കൊണ്ടായിരുന്നു അദ്ദേഹം ബഹുദൈവ വിശ്വാസവുമായി തനിക്ക് ബന്ധമില്ല എന്ന് പ്രഖ്യാപിച്ചത്. മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മക്കയിലുള്ള ബഹുദൈവ വിശ്വാസികൾ അവർ ആരാധിച്ചുകൊണ്ടിരുന്ന വിഗ്രഹങ്ങൾക്ക് ബഹുമാനാർത്ഥത്തിൽ ഒന്ന് സെല്യൂട്ട് ചെയ്താൽ മതിയെന്ന് അവരൊരു കോംപ്രമൈസിലെത്തിയപ്പോൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലക്കും ദീനുക്കും വലിയ ദീൻ, നിങ്ങൾക്ക് നിങ്ങളുടെ മതമനുസരിച്ച് വർത്തിക്കാം, ഞാൻ എന്റെ മതമനുസരിച്ച് വർത്തിച്ചുകൊള്ളാം എന്ന് പറഞ്ഞത് മുഹമ്മദ് നബി വർഗീയവാദിയായതുകൊണ്ടാണോ? ഒരിക്കലുമല്ല. മുഹമ്മദ് നബി വർഗീയതയെ അതിശക്തമായി എതിർത്ത പ്രവാചകനാണ്. വർഗീയതയ്ക്ക് വേണ്ടി വാദിക്കുന്നവനും വർഗീയതയിലേക്ക് ക്ഷണിക്കുന്നവനും നമ്മുടെ കൂട്ടത്തിൽപ്പെട്ടവനല്ല, അവൻ മുസ്ലിമല്ല എന്ന് ലോകത്തോട് പ്രഖ്യാപിച്ചവനാണ് മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ടും എന്തുകൊണ്ടായിരുന്നു ബഹുദൈവ വിശ്വാസികൾ മുസ്ലിമീങ്ങൾക്കെതിരെയുള്ള ആക്രമണങ്ങളും മുസ്ലിമീങ്ങൾക്കെതിരെയുള്ള പീഡനങ്ങളുമെല്ലാം ലഘൂകരിക്കാൻ നിബന്ധനയായി പറഞ്ഞിരുന്ന തങ്ങളുടെ വിഗ്രഹങ്ങൾക്ക് ബഹുമാനാർത്ഥത്തിൽ നിന്ന് സെല്യൂട്ട് ചെയ്താൽ മതി എന്ന ഒരു നിബന്ധന മുഹമ്മദ് നബി അംഗീകരിക്കാതിരുന്നത് താൻ വിശ്വസിക്കുന്ന ഏകദൈവ വിശ്വാസത്തോടുള്ള ആത്മാർത്ഥത കൊണ്ടൊന്നു മാത്രമായിരുന്നു. നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ചുറ്റും വ്യത്യസ്തമായ മതവിശ്വാസികളുണ്ട്. ഓരോ മതവിശ്വാസികൾക്കും അവരുടേതായ വിശ്വാസങ്ങളും അവരുടേതായ നിലപാടുകളുമുണ്ട്. ഓരോ മതവിശ്വാസികൾക്കും അവരുടെ വിശ്വാസം അനുസരിച്ചുകൊണ്ടും അവരുടെ നിലപാടനുസരിച്ചുകൊണ്ടും പ്രവർത്തിക്കാൻ സ്വാതന്ത്ര്യമുണ്ട്. ആ ഒരു സ്വാതന്ത്ര്യം തടയപ്പെട്ടുകൂടാ, ആ ഒരു സ്വാതന്ത്ര്യം അംഗീകരിച്ചു കൊടുക്കപ്പെടേണ്ടതുണ്ട്. പക്ഷേ ഒരു മുസ്ലിം എന്തുകൊണ്ട് തന്റെ വിശ്വാസം അനുസരിച്ചുകൊണ്ടും തന്റെ നിലപാടനുസരിച്ചുകൊണ്ടും മാത്രം പ്രവർത്തിക്കുന്നു, മറ്റുള്ള മതവിശ്വാസികളുടെ വിശ്വാസങ്ങളെയും ആദർശങ്ങളെയും മറ്റുള്ള മതവിശ്വാസ നിലപാടുകളെയും തന്റെ വിശ്വാസത്തോടും തന്റെ നിലപാടിനോടും കൂട്ടിക്കലർത്താത്തത് എന്തുകൊണ്ടാണ്? അവൻ വർഗീയവാദി ആയതുകൊണ്ടാണോ? അല്ല, മറിച്ച് തന്റെ വിശ്വാസത്തോടുള്ള ആത്മാർത്ഥത കൊണ്ട് മാത്രമാണ്. അങ്ങനെ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം കാണിച്ചു തന്ന രൂപത്തിൽ, ആ രൂപത്തിൽ തന്നെ ആദർശ പ്രതിബദ്ധത കാണിച്ചുകൊണ്ട് ആദർശ വ്യതിരിക്തത കാത്തു സൂക്ഷിക്കുന്നതോടൊപ്പം തന്നെ ലോകത്തുള്ള മനുഷ്യരോടെല്ലാം മാനുഷിക ബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കാൻ പഠിപ്പിച്ച മതമാണ് ഇസ്ലാം. ലോകത്തുള്ള ഏത് മതവിശ്വാസിയോടും, അവൻ മുസ്ലിമാവട്ടെ മുസ്ലിമല്ലാതിരിക്കട്ടെ, ഏതൊരു മതവിശ്വാസിയോടും മാനുഷികമായ ബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കണമെന്ന് പഠിപ്പിച്ച മതമാണ് ഇസ്ലാം. അതിന് മാതൃക കാണിച്ചു തന്ന പ്രവാചകനാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. പരിശുദ്ധ ഖുർആൻ പറഞ്ഞതെന്താ? അൻതബറൂഹു, നിങ്ങൾ മറ്റുള്ള മതവിശ്വാസികളോട് അവർക്ക് നന്മകൾ ചെയ്യണം, അവർക്ക് നിങ്ങൾ പുണ്യങ്ങൾ ചെയ്യണം, അവർക്ക് നിങ്ങൾ സഹായങ്ങൾ ചെയ്യണം. വതുഖ്സിതു ഇലൈഹിം, നിങ്ങൾ അവരോട് നീതിയിൽ മാത്രമേ വർത്തിക്കാവൂ. മറ്റുള്ള മതവിശ്വാസികളോട് നിങ്ങൾ നീതിയിൽ മാത്രമേ വർത്തിക്കാവൂ. ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഖ്സിതീൻ, ആ രൂപത്തിൽ നീതിയിൽ വർത്തിക്കുന്നവരെയാണ് അല്ലാഹു ഇഷ്ടപ്പെടുന്നത് എന്ന്. നിങ്ങൾ അവർക്ക് നന്മകൾ ചെയ്യണം, നിങ്ങളെ കൊണ്ട് സാധ്യമാകുന്ന വിധം. നിങ്ങൾ അവർക്ക് പുണ്യങ്ങൾ ചെയ്യണം, നിങ്ങളെ കൊണ്ട് സാധ്യമാകുന്ന രൂപത്തിൽ സഹായങ്ങൾ അവർക്ക് ചെയ്യണം. ശാരീരികമായ സഹായങ്ങൾ ആവശ്യമാകുന്നിടത്ത് സാധ്യമാകുന്ന വിധത്തിൽ ശാരീരിക സഹായങ്ങൾ നൽകിക്കൊണ്ട്, സാമ്പത്തിക സഹായങ്ങൾ ആവശ്യമാകുന്ന സന്ദർഭത്തിൽ സാധ്യമാകുന്ന രൂപത്തിൽ സാമ്പത്തിക സഹായങ്ങൾ നൽകിക്കൊണ്ടായിരിക്കണം മറ്റുള്ള മതവിശ്വാസികളോട് ഒരു മുസ്ലിം വർത്തിക്കേണ്ടത്. വതുഖ്സിതു ഇലൈഹിം, അവരോട് നീതിയിൽ മാത്രമായിരിക്കണം വർത്തിക്കേണ്ടത്. വസ്വാഹിബുഹുമാ ഫിദ്ദുനിയ മഅറൂഫ, അവരോട് സ്വന്തം മാതാപിതാക്കൾ അവർ മറ്റു മതവിശ്വാസത്തിന്റെ ആളുകളാണെങ്കിൽ പോലും, അവർ സ്വന്തം മാതാപിതാക്കൾ മറ്റൊരു മതത്തിന്റെ വിശ്വാസികളാണെങ്കിൽ പോലും
വസാഹിബുഹുമാ ഫിദ്ദുനിയ മഅറൂഫ, നിങ്ങൾ അവരോട് മാന്യമായ രൂപത്തിൽ, അവരോട് നല്ല രൂപത്തിലായിരിക്കണം സഹവസിക്കേണ്ടത് എന്ന് പഠിപ്പിച്ച മതമാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാം. മഹാനായ സയ്യിദ് ബിൻ ഖൈസ് റളിയല്ലാഹു അൻഹുവിന് ഒരു തെറ്റായ ധാരണ, തന്റെ പിതാവ് മറ്റൊരു മതത്തിന്റെ വിശ്വാസിയായതുകൊണ്ട്, മറ്റൊരു മതത്തിന്റെ വക്താവായതുകൊണ്ട് ഇനി താൻ തന്റെ പിതാവിന് ആവശ്യമായ രൂപത്തിൽ ഭക്ഷണം നൽകില്ല എന്ന്, തന്റെ പിതാവിന് വേണ്ട ആ രൂപത്തിലുള്ള ഭക്ഷണ കാര്യങ്ങൾ ചെയ്തു കൊടുക്കില്ല എന്ന് സയ്യിദ് ബിൻ ഖൈസ് റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോ പരിശുദ്ധ ഖുർആൻ അതിന്റെ ഒരായത്തിറക്കിക്കൊണ്ട് തിരുത്തുകയുണ്ടായി. അങ്ങനെയല്ല ചെയ്യേണ്ടത്, മറിച്ച് നിങ്ങളുടെ പിതാവ് തന്നെയാണ്. മറ്റൊരു മതവിശ്വാസിയാണെങ്കിൽ പോലും അവർ സ്വന്തം പിതാവാണ്. അതുകൊണ്ട് ആവശ്യമായതെല്ലാം നൽകണമെന്ന് പഠിപ്പിക്കുകയാണ് ഇസ്ലാം അവിടെ ചെയ്തത്. മഹദിയായിരിക്കുന്ന അസ്മാ ബിൻത് അബീ ബക്കർ റളിയല്ലാഹു അൻഹുമ അവരെ സ്വന്തം മാതാവിനോട്, മറ്റൊരു മതവിശ്വാസിനിയായ സ്വന്തം മാതാവിനോട് താൻ ബന്ധം ചേർക്കണമോ എന്ന സംശയത്തിന് മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ മറുപടി, സുലി, നിന്റെ മാതാവുമായി നീ ബന്ധം ചേർക്കണം. നിന്റെ മാതാവ് നിന്റെ മാതാവാണ്, മറ്റൊരു മതവിശ്വാസിനിയാണെങ്കിൽ പോലും. അതുകൊണ്ട് അവരോട് നല്ല രൂപത്തിൽ വർത്തിക്കുകയും സഹവസിക്കുകയും നീ ചെയ്യണം, ബന്ധം പുലർത്തണമെന്ന് മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയുണ്ടായി. മറ്റുള്ള മതവിശ്വാസികളോട് നല്ല മാനുഷികമായ ബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കുക എന്നുള്ളത് ഇസ്ലാമിന്റെ അധ്യാപനമാണ്. അതെന്ത് അങ്ങനെ പറയാൻ കാരണം, ഏതൊക്കെയോ ചില മുറിവൈദ്യം വിധിക്കുന്ന രൂപത്തിൽ എവിടെ നിന്നോ അറിവില്ലാത്ത ചിലരുടെ സംസാരങ്ങൾ ഉയർന്നു പൊങ്ങുമ്പോൾ അതിനെ തിരുത്തുക എന്നുള്ളത് മുസ്ലിമിന്റെ ബാധ്യതയാണ്. മറ്റുള്ള മതവിശ്വാസികളോട് കച്ചവട ബന്ധം പോലും പാടില്ല എന്ന് ഏതെങ്കിലും മുസ്ലിം അവന്റെ മുറിവൈദ്യം കൊണ്ട് തെറ്റിദ്ധരിച്ചെങ്കിൽ അവർക്ക് തിരുത്തി കൊടുക്കൽ കൂടി മുസ്ലിമിന്റെ ബാധ്യതയാണ്. ഈ ലോകത്തുള്ള മുസ്ലിമീങ്ങൾക്ക് മാതൃകയായ ലോക മുസ്ലിമീങ്ങളുടെ നേതാവായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റുള്ള മതവിശ്വാസികളോട് മാനുഷിക ബന്ധങ്ങൾ കാത്തു സൂക്ഷിച്ചിരുന്നു, കച്ചവട ബന്ധങ്ങൾ നടത്തിയിരുന്നു. ആടുമായിക്കൊണ്ട് കച്ചവടത്തിന് വന്ന മറ്റൊരു ബഹുദൈവ വിശ്വാസിയോട് ആടിനെ വിലക്ക് വാങ്ങിയ പ്രവാചകനാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. തന്റെ നിർണായകമായ യാത്രയിൽ തനിക്ക് വഴികാട്ടിയായിക്കൊണ്ട് അബ്ദുല്ലാഹിബ്നു ഉറൈഖത്ത് എന്ന് പറയുന്ന ബഹുദൈവ വിശ്വാസിയുടെ സഹായം സ്വീകരിച്ചവരാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ജൂതനായിരിക്കുന്ന കുട്ടി രോഗശയ്യയിൽ കിടക്കുന്ന സന്ദർഭത്തിൽ സന്ദർശിച്ച് രോഗസന്ദർശനം നടത്തിയ പ്രവാചകനാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ജൂതനായിരിക്കുന്ന ഒരു മനുഷ്യനിൽ നിന്ന് കടമിടപാട് നടത്തിക്കൊണ്ട് മുസ്ലിമീങ്ങൾക്ക് മാതൃക കാണിച്ചവനാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു മുസ്ലിമിന് അവന്റെ ആദർശ പ്രതിബദ്ധത കാത്തു സൂക്ഷിക്കുന്നതോടൊപ്പം ആദർശ വ്യതിരിക്തത കാത്തു സൂക്ഷിക്കുന്നതോടൊപ്പം ലോകത്തുള്ള സകല മനുഷ്യരോടും മാനുഷിക ബന്ധങ്ങൾ സ്ഥാപിക്കേണ്ടതുണ്ട്. അവർ മറ്റു മതത്തിന്റെ വിശ്വാസികളാണെങ്കിൽ പോലും അവരോട് നല്ല മാനുഷിക ബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കാൻ പഠിപ്പിക്കുകയാണ് ഇസ്ലാം ചെയ്തിരിക്കുന്നത്. അങ്ങനെ ലോകത്തിന് മാതൃകയായിക്കൊണ്ട് വലിതകൂനു ശുഹദാ അലന്നാസ് എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞ രൂപത്തിൽ ജനങ്ങൾക്ക് സാക്ഷികളായിക്കൊണ്ട്, ജനങ്ങൾക്ക് മാതൃകകളായിക്കൊണ്ട് ആർദ്രതയുടെയും അതുപോലെ തന്നെ സഹിഷ്ണുതയുടെയും അതുപോലെ തന്നെ വിട്ടുവീഴ്ചയുടെയും മാതൃകളായിക്കൊണ്ട് മറ്റുള്ളവർക്ക് നല്ലൊരു വ്യക്തിത്വം എങ്ങനെയെന്ന് കാഴ്ചവെച്ചുകൊണ്ട് നല്ലൊരു മനുഷ്യൻ എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്ന് മാതൃകയായിക്കൊണ്ടായിരിക്കണം മുസ്ലിമീങ്ങൾ ജീവിക്കേണ്ടത്. അതിലേക്കുള്ളൊരു കാൽവെപ്പായി മാറട്ടെ ഈ പെരുന്നാളിന്റെ സുദിനം എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട്, ആശംസിച്ചുകൊണ്ട്, പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹാരം നൽകുകയാണ്. ഈ ഒരു പെരുന്നാളിന്റെ സന്ദർഭത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വതക്കകൾക്ക് വേണ്ടി പ്രോത്സാഹിപ്പിക്കാറുണ്ടായിരുന്നു. ദാനധർമ്മങ്ങൾ നൽകുവാൻ വേണ്ടി, പാവപ്പെട്ടവരെ സഹായിക്കാൻ വേണ്ടി, കഷ്ടത അനുഭവിക്കുന്നവരുടെ കഷ്ടതകൾ മാറ്റുവാൻ വേണ്ടി, ശാരീരികമായും സാമ്പത്തികമായും പ്രവർത്തിക്കാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം പ്രോത്സാഹിപ്പിക്കാറുണ്ടായിരുന്നു. ആ ഒരു പ്രോത്സാഹനം ഇവിടെയും ആവർത്തിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അള്ളാഹുവിന്റെ ദീനനുസരിച്ച് ജീവിക്കാനും
ഏറ്റവും നല്ല വ്യക്തിത്വം കാത്തു സൂക്ഷിക്കാനും ഏറ്റവും നല്ലൊരു മനുഷ്യനായി ജീവിക്കാനും മറ്റുള്ളവർക്ക് മാതൃകളായി മാറാനും അള്ളാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മിൽ പ്രയാസപ്പെടുന്ന ആളുകൾക്ക് അള്ളാഹു അവരുടെ പ്രയാസങ്ങൾ ദൂരീകരിച്ചു കൊടുക്കുമാറാവട്ടെ. രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. അവരുടെ രോഗങ്ങളെല്ലാം അള്ളാഹു ശിഫയാക്കി കൊടുക്കുമാറാവട്ടെ. എല്ലാവർക്കും അള്ളാഹു ഖൈർ പ്രദാനം ചെയ്യുമാറാവട്ടെ. എല്ലാവർക്കും അള്ളാഹു ഖൈർ പ്രദാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹു എല്ലാവർക്കും നന്മകൾ ചൊരിയുമാറാവട്ടെ. എല്ലാവരുടെയും നല്ലതായ മുറാദുകൾ അള്ളാഹു ഹാസിലാക്കി കൊടുക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഫിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്. സാന്ദർഭികമായി സൂചിപ്പിക്കാനുള്ള ഒരു സംഗതി, ഇൻഷാ അല്ലാഹ് വരുന്ന ബുധനാഴ്ച, അതായത് സെപ്റ്റംബർ 14 നമ്മുടെ ഈ പള്ളിയിൽ വെച്ചുകൊണ്ട് ഒരു ക്യാമ്പ് നടക്കുന്ന, ഒരു മതപരമായ ക്യാമ്പ് നടക്കുന്ന സംഗതി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ജീവിത ലക്ഷ്യം, അതുപോലെ തന്നെ ഖവാരിജിയത്ത് ഒരു പഠനം, നമ്മുടെ ദൗത്യം, സന്തുഷ്ട കുടുംബം, ആദർശ വ്യതിരിക്തത പോലെയുള്ള വിഷയങ്ങൾ ആസ്പദമാക്കി 3-4 വ്യക്തിത്വങ്ങൾ സംസാരിക്കുന്ന ഒരു സെഷനാണ്. രാവിലെ 9:30 മുതൽ തുടങ്ങി 4:30 വരെ നീണ്ടുപോകുന്ന, അതിനിടയ്ക്കുള്ള ഭക്ഷണ സൗകര്യങ്ങളെല്ലാം ഇവിടെ ഏർപ്പാടാക്കപ്പെടുകയും ചെയ്യുന്നതാണ് ഇൻഷാ അല്ലാഹ്. ആ ഒരു കാര്യം പ്രത്യേകം ഓർമ്മയിലുണ്ടാകണമെന്ന് പ്രത്യേകം ഈ ഒരു സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. കുടുംബസമേതം തന്നെ ആ ഒരു സദസ്സിലേക്ക് പങ്കെടുക്കാൻ ഓരോരുത്തരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അസാബന്നാർ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ.